യെസ്, നമ്മുടെ സിയറയുടെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബീജും ബ്ലാക്കും കോമ്പിനേഷനുള്ള ഒരു ഇന്റീരിയറാണ്. വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നമുക്ക് ഈ ഒരു ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ടാണ്. അതിൽ നമുക്ക് ആർക്കേഡ് ഉള്ള ഒരു ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കോ ഡ്രൈവറിന് നമുക്ക് വീഡിയോ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനായിട്ട് ആ ഒരു സ്ക്രീൻ കൊടുത്തേക്കുന്നത് കാണാം. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല ഗ്ലോ ബോക്സിൽ അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ്. ഇത് കണ്ടില്ല, ഇത് നമുക്ക് സൗണ്ട് ബാറാണ് നമുക്ക് ഈ വരുന്നത്. 12 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ബ്ലാക്ക് സീരീസ് ആണ് JBLന്റെ വരുന്നത്. ഡോൾബി അറ്റ്മോസ് നമുക്ക് വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഒരു സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫിജിറ്റൽ നമ്മൾ ടാറ്റയുടെ വെഹിക്കിളിലൊക്കെ കാണുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 65 Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കീ വരുന്നത്. നമ്മൾ കെർവിലൊക്കെ കണ്ടുള്ള അതേ കീ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. നമുക്കിപ്പം ഒരു ഓട്ടോമാറ്റിക്കാണ്, അതിൻ്റെ ഒരു ഗിയർ ലിവറാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ്. നമുക്ക് അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നതാണ്. സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ടാറ്റയിലൊക്കെ കാണുന്ന ആ ഒരു ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഒരു കുഷനിങ് ഒക്കെ ആണെങ്കിലും ബോൾസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല. വളരെ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. 2 സീറ്റിലും നമുക്ക് ഈ ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഡ്രൈവർ സൈഡ് നമുക്ക് 6-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ വരുന്ന ഒരു സീറ്റ്സാണ്. വിത്ത് മെമ്മറി സെറ്റിങ്സും നമുക്ക് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ലെവൽ 2 ADAS ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു ടർബോ ചാർജ്ഡ് എഞ്ചിൻ വരുന്നുണ്ട്. പിന്നെ ഒരു ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. പെട്രോൾ നമുക്ക് ആ ഒരു ടർബോ ചാർജ്ഡ് എഞ്ചിൻ വരുമ്പോൾ 160 PS 260 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡീസലിലേക്ക് വന്നാൽ 116 PS 280 Nm ടോർക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഡീസൽ അതിൻ്റെ ഒരു മാനുവലിലേക്ക് വരുമ്പോഴത്തേക്കും 260 Nm ടോർക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു പ്രൈസിങ്ങിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 11,49,000 രൂപയാണ് എക്സ് ഷോറൂം സ്റ്റാർട്ട് ആകുന്നത്. നമുക്ക് ആ ഒരു സ്മാർട്ട് എന്ന് പറയുന്ന വേരിയൻ്റാണ്. സ്മാർട്ട് നമുക്കൊരു ഓൺ റോഡൊക്കെ വരുമ്പോഴത്തേനും ഏകദേശം ഒരു 14 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺ റോഡ് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയാണ്. നമുക്ക് റിക്ലൈൻ 2 രീതിയിൽ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക്. പിന്നെ അത് കൂടാതെ 3 ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ്. ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. ഇത്രയും നമുക്ക് ബാക്കിലേക്ക് ഈ ഒരു ഗ്ലാസ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റും കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഒരു എയറി ഫീൽ നമുക്ക് അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സൺഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു AC വെൻസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ അതിൻ്റെ ഇവിടെ 65 വാട്ടിൻ്റെ Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇത്രയാണ് നമ്മുടെ ഒരു സിയറയുടെ വിശേഷങ്ങൾ പറയാനുള്ളത്. അപ്പോൾ സിയറയുടെ വിശേഷങ്ങൾ ഇത്രയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സിയറ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ പഴയ സിയറയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പുതിയ സിയറ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഫീൽ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. സിയറ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തടിപ്പാലത്തുള്ള ശ്രീഗോകുലം മോട്ടോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെഹിക്കിൾ നിങ്ങൾക്കൊന്ന് കാണുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.